iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് PYQs ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The accurate method for predicting population for a sound and rapidly increasing cities. അപ്പോൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട് ആൻഡ് റാപ്പിഡ്ലി ഇൻക്രീസിങ് സിറ്റി. ഇൻക്രീസിങ് സിറ്റിയിൽ നമ്മൾ എന്താണ് പോപ്പുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്, ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പം നമുക്കറിയാം, നമുക്ക് പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിന് കുറേ മെത്തേഡ്സ് ഉണ്ട് അല്ലേ. അതിനകത്ത് അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്, പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഉണ്ട്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഡിക്രീസിങ് റേറ്റ് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്, കമ്പാരിറ്റീവ് സ്കെയിൽ മെത്തേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നതാണ് അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഓൾഡ് സിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അതിനകത്തൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. എന്താണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിനകത്ത് വരുന്ന ഇക്വേഷനാണ് Pn = P0 + Nx ബാർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു എന്തുവാണ് ഒരു ഇയറിൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോൺ പോപ്പുലേഷൻ പ്ലസ് n × x ബാർ. n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഡിക്കേഡ്സ് ആണ്. x ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻക്രീസിങ് പോപ്പുലേഷൻ്റെ ആവറേജ് റേറ്റ് ആണ് x ബാർ എന്ന് പറയുന്നത്. ഇത്രയും വാല്യൂസ് നമുക്കുണ്ടെങ്കിൽ ക്വസ്റ്റിന് ഈ വാല്യൂസ് തരും. അതിനകത്ത് ചിലപ്പോൾ എന്താണ് x ബാർ കണ്ടുപിടിക്കണം, അതായത് ആവറേജ് കണ്ടുപിടിക്കുക. പിന്നെന്താണ് നമ്പർ ഓഫ് ഡിക്കേഡ്സ് തന്നിട്ടുണ്ടായിരിക്കും, P0 ലേറ്റസ്റ്റ് നോൺ പോപ്പുലേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ടേബിൾ പോലെ ആയിരിക്കും തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു പർട്ടിക്കുലർ ഇയറിൽ ഇന്ന ഇയർ ആണ്, ഇപ്പം 2026 അല്ലെങ്കിൽ 2040 കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ അത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. എന്തായിരുന്നു അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഓൾഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് സിറ്റീസിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓൾഡ് ആൻഡ് ഡെവലപ്ഡ് സിറ്റീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ്, പിന്നെന്താണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അവിടെ എന്തായിരിക്കും? ഡെവലപ്ഡ് ആയി അല്ലേ, അതായത് ആ ഒരു സിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ സാച്ചുറേഷൻ എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയി, അവിടുത്തെ ഇൻക്രീസിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിന് യൂണിഫോം റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ജോമെട്രിക് മീൻ മെത്തേഡ് എന്നൊക്കെ വേറെ കുറച്ച് പേരുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡാണ്. അവിടെയും ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ നമുക്കൊരു ഓവർസിയർ ലെവലിലൊക്കെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടുത്തെ റേറ്റ് എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ DP1 DP2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ DP1 കൂടുതലായിരിക്കും DP2. അങ്ങനെ കൂടി വരുവാണ് ചെയ്യുന്നത്. എന്ത്? പോപ്പുലേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ്? റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആണ്. റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആണ്. ഓക്കെ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് മെത്തേഡ് ഫോർ പ്രെഡിക്റ്റിംഗ് പോപ്പുലേഷൻ ഫോർ എ സൗണ്ട് ആൻഡ് റാപ്പിഡ്ലി ഇൻക്രീസിങ് സിറ്റി. ഇത് തന്നെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം. പിന്നെ എന്താണ്? ഒരു സൗണ്ട് ആയിട്ടുള്ള റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന സിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെയും മെത്തേഡ്സ് ഉണ്ട്. ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് ഉണ്ട്. അവിടെ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒരു റേറ്റിലായിരിക്കും വരുന്നത്. പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ടൈമും പോപ്പുലേഷൻ വെച്ച് ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നും അല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നുള്ളത് ഒരു കമ്പാരിറ്റീവ് സ്കെയിൽ മെത്തേഡ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കുറച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്പാരിറ്റീവ് സ്കെയിൽ മെത്തേഡ്. ഇത്രയെങ്കിലും പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിനെ പറ്റി മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Second question: as compared to slow sand filter, rapid sand filters give option lower filtration rate but higher efficiency in removal of bacteria, lower filtration rate and lower efficiency in removal of bacteria, higher filtration rate but lower efficiency in removal of bacteria, higher filtration rate and higher efficiency in removal of bacteria. അപ്പോൾ ഫിൽട്രേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സും ഉണ്ട്, റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സും ഉണ്ട് അല്ലേ. ഇത് രണ്ടും എന്താണ്? ഒരു സിംഗിൾ മീഡിയ ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് ആണ് വരുന്നത്. അവിടെ സ്ലോ സാൻഡ് ഫിൽറ്ററിനെ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും
നമുക്ക് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനെ സ്ലോ സാൻഡ് ഫിൽറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഫിൽട്രേഷന്റെ റേറ്റും എഫിഷ്യൻസിയും വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. സ്ലോ സാൻഡ് ഫിൽറ്ററിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാക്ടീരിയനെ റിമൂവ് ചെയ്യാനുള്ള എഫിഷ്യൻസി കുറവാണ്. കാരണം സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിന് എഫിഷ്യൻസി ഫോർ ദ ബാക്ടീരിയ റിമൂവൽ എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് അറിയാവോ? 98 to 99% ഉണ്ട്. ഓക്കെ, പക്ഷേ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ എന്താണ് ബാക്ടീരിയ റിമൂവലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80% ഒക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ എന്താണ് സ്ലോ സാൻഡ് ഫിൽറ്ററിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി ഓഫ് റിമൂവൽ ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഈ ഓപ്ഷൻസിനകത്ത് ഏതാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. ലോവർ ഫിൽട്രേഷൻ റേറ്റ് ബട്ട് ഹയർ എഫിഷ്യൻസി ഇൻ റിമൂവൽ ഓഫ് ബാക്ടീരിയ. അതിൽ നിന്ന് നമുക്ക് ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്, ഫിൽട്രേഷൻ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഓപ്ഷൻ അല്ലെന്ന് മനസ്സിലായി. ഇനി ലോവർ എഫിഷ്യൻസി ഇൻ റിമൂവൽ ഓഫ് ബാക്ടീരിയ, ഓക്കെ, അതാണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ടല്ലേ, ബിയും ഉണ്ട് സിയും ഉണ്ട്, ലോവർ എഫിഷ്യൻസി ഇൻ റിമൂവൽ ഓഫ് ബാക്ടീരിയ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഫിൽട്രേഷൻ റേറ്റിനെ പറ്റി നോക്കണം. പേര് വെച്ചാൽ നമുക്കറിയാം, സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 to 200 ആണ്. 100 to 200 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഏതിൻ്റെയാണ്? സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ. പക്ഷേ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ഫിൽട്രേഷൻ റേറ്റ് വരുന്നത് എത്രയാണ്? 3000 to 6000 ആണ് കേട്ടോ. 3000 to 6000 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഏതാണ്? റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അതായത് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ എന്താണ് ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് 100 to 200 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയറേ ഉള്ളൂ. പക്ഷേ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ എത്രയോ ഇരട്ടിയാണ് അല്ലേ, 3000 to 6000 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ഫിൽട്രേഷൻ റേറ്റ് ഏതിനാണ് കൂടുതലുള്ളത്? റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനാണുള്ളത്. അപ്പം ഹയർ ഫിൽട്രേഷൻ റേറ്റ് ആണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനുള്ളത്. പക്ഷേ ലോവർ എഫിഷ്യൻസി ഇൻ റിമൂവൽ ഓഫ് ബാക്ടീരിയ എത്രയാണ്? 80 to 90% ഒക്കെ ഉള്ളൂ അതിൻ്റെ ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. പക്ഷേ സ്ലോ സാൻഡ് ഫിൽറ്ററിന് 98 to 99% ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഹയർ ഫിൽട്രേഷൻ റേറ്റ് ആണ്. 3000 to 6000 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ എന്താണ് ഫിൽട്രേഷൻ റേറ്റ് ഉണ്ട് അതിന്. പക്ഷേ എഫിഷ്യൻസി ഓഫ് റിമൂവൽ ഇൻ ബാക്ടീരിയ എന്ന് പറയുന്നത് കുറവാണ്. സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സും റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വയ്ക്കണം. പിന്നെ എന്താണ് അതിൻ്റെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സൈസ് ഓഫ് ദ ഫിൽറ്റർ മീഡിയ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്ത് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. Screening is done before plain sedimentation. Sedimentation aided with coagulation is better than plain sedimentation. Plain sedimentation is also known as type 2 settling. Type 1 settling involves Stokes law. അപ്പം എന്താണ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറുമായിട്ട് റിഗാർഡ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ എന്താണ് കറക്റ്റ് ആണെന്ന് വെച്ചിട്ട് ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിനകത്ത് വരുന്നതാണ്. സ്ക്രീനിങ് ഈസ് ഡൺ ബിഫോർ പ്ലെയിൻ സെഡിമെന്റേഷൻ. അത് നമുക്കറിയാം അല്ലേ. പ്ലെയിൻ സെഡിമെന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് വലിയ ഡെബ്രിസുകൾ അല്ലെങ്കിൽ ബുഷസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തുവാ ട്രീസിൻ്റെ റിമെയിൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ സെഡിമെന്റേഷന് മുന്നേ നമ്മൾ ചെയ്യുന്നതാണ്, സ്ക്രീൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആൻസർ ആണ് അല്ലേ. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ഇസ് ബെറ്റർ ദാൻ പ്ലെയിൻ സെഡിമെന്റേഷൻ ആയിരിക്കുമല്ലോ. പ്ലെയിൻ സെഡിമെന്റേഷനിൽ റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്പ്യൂരിറ്റീസിനെ, കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊയാഗുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും പ്ലെയിൻ സെഡിമെന്റേഷനേക്കാൾ ബെറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്ലെയിൻ സെഡിമെന്റേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ടൈപ്പ് 2 സെറ്റിലിംഗ്. പ്ലെയിൻ സെഡിമെന്റേഷൻ ആണോ ടൈപ്പ് 2 സെറ്റിലിംഗ് എന്ന് പറയുന്നത്? അല്ല. പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് എന്ന് പറയുന്നതാണ് പ്ലെയിൻ സെഡിമെന്റേഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. ടൈപ്പ് 1 ഇത് തെറ്റാണെങ്കിൽ തന്നെ നാലാമത്തെ ഓപ്ഷൻ കൂടെ വായിച്ചു നോക്കണം. ടൈപ്പ് 1 സെറ്റിലിംഗ് ഇൻവോൾവ് സ്റ്റോക്സ് ലോ. അതെ, പ്ലെയിൻ സെഡിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോയാണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്സ് ലോ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ തെറ്റായിട്ടുള്ളത്
പ്ലെയിൻ സെഡിമെന്റേഷൻ ഇസ് ഓൾസോ ആണ് ടൈപ്പ് 2 സെറ്റിലിംഗ് എന്നുള്ളതാണ്. പ്ലെയിൻ സെഡിമെന്റേഷൻ ടൈപ്പ് 2 സെറ്റിലിംഗ് അല്ല. പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് 1 ആണ്. ടൈപ്പ് 2 സെറ്റിലിംഗ് എന്ന് പറയുന്നത് ഈ ക്ലാരിഫ്ലോക്കുലേറ്റർ ഒക്കെ വരുന്ന സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ആണ്. പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തിയററ്റിക്കൽ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ടു പാസ് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് എ സെറ്റിലിംഗ് ടാങ്ക് ഈസ് നോൺ ആസ്. ഒരു സെറ്റിലിംഗ് ടാങ്കിനകത്ത് എൻട്രിയിൽ നിന്നും എക്സിറ്റ് വരെ എത്താൻ വേണ്ടിയിട്ട് ഒരു വാട്ടറിനകത്ത് പാർട്ടിക്കിൾ എടുക്കുന്ന തിയററ്റിക്കൽ ടൈം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഡിറ്റൻഷൻ പീരീഡ്, ഓപ്ഷൻ ബി സെറ്റിലിംഗ് പീരീഡ്, ഓപ്ഷൻ സി പീരീഡ് ഓഫ് പെനട്രേഷൻ, ഓപ്ഷൻ ഡി ഫോളിംഗ് പീരീഡ്. അപ്പം നമുക്ക് ഒരു സെറ്റിലിംഗ് ടാങ്കിനകത്ത് എൻട്രിയിൽ നിന്നും എക്സിറ്റ് വരെ എത്താനായിട്ട് എടുക്കുന്ന ടൈം ഏതാണ്? ഡിറ്റൻഷൻ പീരീഡ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സെറ്റിലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിക്കിളിന് ഒരു സെഡിമെന്റേഷൻ ടാങ്കിനകത്ത് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. വോളിയം ബൈ ഡിസ്ചാർജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിറ്റൻഷൻ ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓരോന്നിൻ്റെയും എന്താണ് നമുക്ക് പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് വരുവാണെങ്കിൽ എത്രയാണ് ഡിറ്റൻഷൻ ടൈം വരുന്നത്? 4 to 8 hours ഒക്കെയാണ് വരുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. Next question, during the purification of water, if chlorine is applied beyond the stage of break point, then the water is called as. അപ്പം എന്താണ് നമ്മുടെ ക്ലോറിനേഷനകത്ത് വരുന്നതാണ് സ്റ്റെപ്സുകളാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലോറിനേഷൻ ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പ്രീ ക്ലോറിനേഷൻ ഉണ്ട്, പ്ലെയിൻ ക്ലോറിനേഷൻ, പോസ്റ്റ് ക്ലോറിനേഷൻ, പിന്നെ എന്താണ് ഡബിൾ ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ, ഡീക്ലോറിനേഷൻ. ഇത്രയാണ് നമ്മുടെ ക്ലോറിനേഷനകത്ത് വരുന്ന ടൈപ്പുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രീ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റുകൾക്കും മുന്നേ ആയിട്ട് ക്ലോറിനേഷൻ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ക്ലോറിനേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യുന്നില്ല. അതായത് സെഡിമെൻറ്റേഷനോ കൊയാഗുലേഷനോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഫിൽട്രേഷൻ ഒന്നും ചെയ്യുന്നില്ല, ക്ലോറിനേഷൻ മാത്രമേ വാട്ടറിനകത്ത് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറയാൻ പറ്റും. അത് എങ്ങനത്തെ വാട്ടറിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്? കുറച്ച് പ്യുവർ ആയിട്ടുള്ള വാട്ടർ, അതായത് ഇപ്പോൾ നമുക്ക് ട്യൂബ് വെല്ലിൽ നിന്നൊക്കെ കിട്ടുന്ന ക്ലീൻ ആയിട്ടുള്ള വാട്ടറിനകത്ത് ജസ്റ്റ് പ്ലെയിൻ ക്ലോറിനേഷൻ്റെ മാത്രം ആവശ്യമേ വരുന്നുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് പോസ്റ്റ് ക്ലോറിനേഷൻ ആണ്. അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? സ്റ്റാൻഡേർഡ് ഫോമാണ് അല്ലേ? എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ ക്ലോറിനേഷൻ ആണ്. ഡബിൾ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പ്രീ ക്ലോറിനേഷനും ചെയ്യും, പോസ്റ്റ് ക്ലോറിനേഷനും ചെയ്യും. അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾക്ക് മുന്നേ ക്ലോറിനേഷൻ ചെയ്തു, പിന്നെ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ക്ലോറിനേഷൻ ചെയ്യുവാണെങ്കിൽ അതാണ് ഡബിൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടറിനകത്തൊക്കെയാണ് നമ്മൾ ഡബിൾ ക്ലോറിനേഷൻ ചെയ്യുന്നത്. പിന്നെ എന്താണുള്ളത്? സൂപ്പർ ക്ലോറിനേഷൻ ആണ് വരുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് പോയിന്റ് സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് ഓഫ് ബ്രേക്ക് പോയിന്റ് ഉണ്ട്. അതായത് നമുക്ക് ക്ലോറിൻ അപ്ലൈ ചെയ്യാൻ എന്തിനകത്തായാലും ഒരു എമൗണ്ട് ഓഫ് പർട്ടിക്കുലർ എമൗണ്ട് അല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് പിന്നെയും നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു എപ്പിഡമിക് ഒക്കെ വരുവാണെങ്കിൽ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പിന്നെ ഡീക്ലോറിനേഷൻ ഉണ്ട്. ഡീക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സസൈഡ് ക്ലോറിൻ വരുവാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റേജ് ഓഫ് ബ്രേക്ക് പോയിന്റ് സ്റ്റേജിന് ശേഷവും നമ്മൾ ക്ലോറിൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഓൾറെഡി പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ, ക്ലോറിൻ ഈസ് അപ്ലൈഡ് ബിയോണ്ട് ദ സ്റ്റേജ് ഓഫ് ബ്രേക്ക് പോയിന്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ ക്ലോറിനേഷൻ. ഓക്കെ, അപ്പം ആൻസർ ബി. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീറോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് അച്ചീവ്ഡ് ബൈ. ഹാർഡ്നെസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കാം. യൂസിങ് ലൈം സോഡ പ്രോസസ്, എക്സസ് ലൈം ട്രീറ്റ്മെൻറ്റ്, അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്, യൂസിങ് എക്സസ് ആലം ഡോസേജ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സീറോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ആണുള്ളത്. പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട് അല്ലേ? അതിനകത്ത് നമുക്ക് സീറോ ഹാർഡ്നെസ് അച്ചീവ് ചെയ്യുന്നത് ഏതിനകത്താണ്? നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനകത്ത് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ സീറോ ഹാർഡ്നെസ് അച്ചീവ് ചെയ്യുന്നത്. ഈ ഓപ്ഷൻസിനകത്ത് ഈ ലൈം സോഡ പ്രോസസ്സും അയൺ എക്സ്ചേഞ്ച് മെത്തേഡും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ലൈം സോഡ പ്രോസസ്സിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? സീറോ ഹാർഡ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഏതിനകത്താണ്? അയൺ എക്സ്ചേഞ്ച് മെത്തേഡിനകത്താണ് നമുക്ക് സീറോ ഹാർഡ്നെസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്?
അയൺ എക്സ്ചേഞ്ച്, സീറോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ അച്ചീവ് ചെയ്യുന്നത് അയൺ എക്സ്ചേഞ്ച് മെത്തേഡിനകത്താണ്. അയൺ എക്സ്ചേഞ്ച് മെത്തേഡിൻ്റെ വേറൊരു പേരാണ് സിയോലൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സിയോലൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിനകത്ത് എങ്ങനെയാണ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്നത്? അതായത് ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന കാൽസ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? Na വരും, സോഡിയം വരും. അങ്ങനെയാണ് ഈ സിയോലൈറ്റ് മെത്തേഡിനകത്ത് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. ഇതുപോലെ സീറോ ഹാർഡ്നെസ് കിട്ടുന്ന വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഏതാണ്? ഡീമിനറലൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡീ അയണൈസേഷൻ മെത്തേഡ് എന്നൊക്കെ പറയാൻ പറ്റും. അത് നമുക്ക് എന്താണ്? പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അവിടെ എങ്ങനെയാണ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്നത്? കാൽസ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രോജൻ അയൺസ് ആയിരിക്കും വരുന്നത്. ഇവിടെ എന്താണ്? Na ആണ് വരുന്നതെങ്കിൽ അവിടെ ഹൈഡ്രോജൻ അയൺസ് ആയിരിക്കും വരുന്നത്. അതാണ് ഡിഫറൻസ്. അപ്പം ഇവിടുത്തെ ആൻസർ സീറോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് അച്ചീവ്ഡ് ബൈ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് അല്ലെങ്കിൽ സിയോലൈറ്റ് പ്രോസസ്. സിയോലൈറ്റ് മെത്തേഡ് ഈ പേരായിരിക്കും കൂടുതലും കേട്ടിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the total hardness and alkalinity of a sample of water are 300 mg per liter and 100 mg per liter respectively, then its carbonaceous and non-carbonaceous hardness will be respectively. അപ്പം ഇതും ഹാർഡ്നെസ്സിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കാം. 400 and 300, 100 and 400, 100 and 200, 400 and 200. ഓക്കെ, കാർബണേഷ്യസ് ഹാർഡ്നെസ്സും ഉണ്ട്, നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്സും ഉണ്ട്. കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ആണ്. നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നമ്മളോട് എന്താണ്? നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ്സും തന്നിട്ടുണ്ട്, ടോട്ടൽ ആൽക്കലിനിറ്റിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാർബണേഷ്യസ് ഹാർഡ്നെസ്സും നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഇപ്പം ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ആൽക്കലിനിറ്റി, രണ്ട് വാല്യൂസ് അല്ലേ തന്നേക്കുന്നത്? ടോട്ടൽ ഹാർഡ്നെസ്സും ടോട്ടൽ ആൽക്കലിനിറ്റിയുടെ വാല്യൂ ആണ് തന്നേക്കുന്നത്. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ആൽക്കലിനിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? അവിടെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്തായിരിക്കും? ടോട്ടൽ ആൽക്കലിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എങ്ങനെയായിരിക്കും? നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് ടോട്ടൽ ആൽക്കലിനിറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബോർഡിൽ എന്താണ് പറഞ്ഞത്? ടോട്ടൽ ഹാർഡ്നെസ് ആണ് ടോട്ടൽ ആൽക്കലിനിറ്റിയേക്കാൾ കൂടുതലെങ്കിൽ അവിടുത്തെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ആൽക്കലിനിറ്റി ആണ്. നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് ടോട്ടൽ ആൽക്കലിനിറ്റി ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് ടോട്ടൽ ആൽക്കലിനിറ്റിയേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ ടോട്ടൽ ആൽക്കലിനിറ്റിക്ക് ഈക്വൽ ആയിട്ടാണ് ടോട്ടൽ ഹാർഡ്നെസ് വരുന്നത് എങ്കിൽ അവിടുത്തെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഹാർഡ്നെസ് ആയിരിക്കും. ഓക്കെ, നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഈ സീറോ എങ്ങനെ വന്നു? സീറോ എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണേഷ്യസ് ഹാർഡ്നെസ്സിൻ്റെയും എന്താണ് നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്സിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് കണ്ടുപിടിക്കുക അല്ലേ. നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്നും കാർബണേഷ്യസ് ഹാർഡ്നെസ് മൈനസ് ചെയ്യുന്നതായിരിക്കും നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്. അപ്പോൾ ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് തന്നെയാണ്. അപ്പം എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് സീറോ ആയിട്ട് വന്നത്. ഇങ്ങനൊന്നും പഠിക്കേണ്ട, ഇതൊന്നും പഠിക്കേണ്ട. പക്ഷേ ഈ കാര്യം ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. അതായത് ടോട്ടൽ ഹാർഡ്നെസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ ആൽക്കലിനിറ്റി ആണെങ്കിൽ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ആൽക്കലിനിറ്റി ആയിരിക്കും. നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് ടോട്ടൽ ആൽക്കലിനിറ്റി ആണ്. ടോട്ടൽ ഹാർഡ്നെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ ആൽക്കലിനിറ്റി ആണെങ്കിൽ അവിടെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹാർഡ്നെസ് ആയിരിക്കും. നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ തന്നേക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ് തന്നേക്കുന്നത്? ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 300 mg/L ആയിട്ടാണ് തന്നേക്കുന്നത് അല്ലേ. ടോട്ടൽ ഹാർഡ്നെസ്. ടോട്ടൽ ആൽക്കലിനിറ്റി എത്രയാണ് തന്നേക്കുന്നത്? 100 mg/L ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ. അതായത് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ടോട്ടൽ ആൽക്കലിനിറ്റി ആണ്. ഓക്കെ,
അപ്പം നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്? അവിടെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ആൽക്കലിനിറ്റി തന്നെയായിരിക്കും. ഇവിടെ ടോട്ടൽ ആൽക്കലിനിറ്റി എത്രയാണ്? 100 mg/L ആണ്. ഓക്കെ, ഇനി നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്നും ടോട്ടൽ ആൽക്കലിനിറ്റി മൈനസ് ചെയ്യുന്നതാണ് അല്ലേ? ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ്? 300 ആണ്. ടോട്ടൽ ആൽക്കലിനിറ്റി എത്രയാണ്? 100 ആണ്. 100 mg/L. അപ്പം നമുക്ക് എത്ര കിട്ടും? 200 mg/L എന്ന് കിട്ടും. അപ്പം നമ്മുടെ ക്വസ്റ്റിനിൽ ആദ്യം ഏതാ ചോദിച്ചിരിക്കുന്നതെന്നും കൂടെ നോക്കണം. ചിലപ്പോൾ നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് ആണെങ്കിൽ എന്തായിരിക്കും? 200 ആയിരിക്കും കേട്ടോ ആദ്യം വരുന്നത്. അപ്പോൾ അത് ഇവിടെ അങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിലല്ല നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ 200 100 തിരിച്ചിട്ടിട്ട് ഇവിടെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ ആദ്യം കാർബണേഷ്യസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാർബണേഷ്യസ് ഹാർഡ്നെസ് എത്രയാണ്? 100 mg/L ആണ്. നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് ആണ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 200 mg/L ആണ്. അപ്പോൾ അവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of killing pathogenic bacteria from water is called. വാട്ടറിനകത്തു നിന്ന് പതോജനിക് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, കൊയാഗുലേഷൻ, ഡിസിൻഫെക്ഷൻ. എന്താണ്? വാട്ടറിനകത്തു നിന്ന് പതോജനിക് ബാക്ടീരിയസിനെ കില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. സെഡിമെന്റേഷൻ എന്താണ്? നമ്മൾ വാട്ടറിനകത്തുള്ള സസ്പെൻഡഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷനകത്ത് എന്താണ്? നമുക്ക് എന്താണ് കുറച്ച് എമൗണ്ട് ഓഫ് ബാക്ടീരിയനെയൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ എന്താണ് ഈ സെഡിമെന്റേഷനകത്തും കൊയാഗുലേഷനകത്തും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഫിൽട്രേഷനകത്ത് റിമൂവ് ആവും. പിന്നെ വന്നിട്ടുള്ള പതോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ എല്ലാം റിമൂവ് ചെയ്യുന്നത് എവിടെയാണ്? ഡിസിൻഫെക്ഷനകത്താണ്. എല്ലാ ഫോം ഓഫ് ലൈഫിനെയും കില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഡിസിൻഫെക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താണ്? ആദ്യത്തിനകത്ത് നമുക്ക് കുറച്ച് രണ്ടാമത്തേനകത്ത് കുറച്ച് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. പോർട്ടബിലിറ്റി ഓഫ് വാട്ടർ, ക്ലോറൈഡ്, റെസിഡ്യുവൽ ക്ലോറിൻ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ. രണ്ടാമത്തേനകത്ത് വന്നിരിക്കുന്നത് മോഴ്സ് മെത്തേഡ്, ഓർത്തോടോളിഡിൻ ടെസ്റ്റ്, EDTA മെത്തേഡ്, MF ടെക്നിക്. അപ്പം ഇങ്ങനെ നമുക്ക് എന്താണ് മാച്ച് ദ ഫോളോയിങ് തരുവാണെങ്കിൽ നമ്മൾ ആദ്യം അറിയാവുന്ന ഏതൊക്കെയാണെന്ന് എടുത്തെഴുതും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ഏതാണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടർ അറിയാം അല്ലെ? ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് EDTA ടെസ്റ്റ് എന്ന് പറയുന്നത്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈട്രൻ്റ് ആണ് EDTA എന്ന് പറയുന്നത്. പിന്നെന്താണ് അവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ എന്താണ്? എരിക്രോം ബ്ലാക്ക് ടീ. അത് രണ്ടും നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഹാർഡ്നെസ് ഓഫ് വാട്ടർ D എന്ന് പറയുന്നത് 3 ആണെന്ന് മനസ്സിലായി അല്ലേ? D3 ആയിട്ടുള്ള എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. D3 ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട്, ഇതുണ്ട് അല്ലേ? അപ്പം ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് EDTA മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. D3 കിട്ടി. ഇനി നമുക്ക് നോക്കാം ഏതാണ്? ക്ലോറൈഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏതാണ്? ക്ലോറൈഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ B എന്ന് പറയുന്നത് ഏതാന്ന് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. ഇനി MF ടെക്നിക്ക് എന്താണ്? മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്കാണ് MF ടെക്നിക്ക് എന്ന് പറയുന്നത്, അതല്ലേ? നമ്മൾ എന്താണ് ഈക്വളൈ ബാക്ടീരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് MF ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഏതിനകത്ത് വരുന്നതായിരിക്കും? അപ്പം പോർട്ടബിലിറ്റി ഓഫ് വാട്ടറിനകത്ത് വരുന്നതാണ്. അപ്പം A എന്ന് പറയുന്നത് എന്താണ്? 4 ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ ലാസ്റ്റ് ഉള്ളത് റെസിഡ്യുവൽ ക്ലോറിൻ ആണ് അല്ലേ? റെസിഡ്യുവൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഓർത്തോടോളിഡിൻ ടെസ്റ്റ് ആണ് റെസിഡ്യുവൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം C എന്ന് പറയുന്നത് 2 ആണ്. അപ്പം എന്താണ് ഓർത്തോടോളിഡിൻ ടെസ്റ്റ് മാത്രമാണോ റെസിഡ്യുവൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? അല്ല, അയോഡോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, അയോഡോമെട്രിക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാർച്ച് അയോഡൈഡ് ഉണ്ട്, അത് അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. എന്താണ് നമ്മുടെ റെസിഡ്യുവൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാർച്ച് അയോഡൈഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഏതാണുള്ളത്? DPD ഉണ്ട്, DPD മെത്തേഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് റെസിഡ്യുവൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓർത്തോടോളിഡിൻ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റെസിഡ്യുവൽ ക്ലോറിൻ ഓർത്തോടോളിഡിൻ ആണെന്ന് മനസ്സിലായി. അപ്പം D3 ആണെന്ന് മനസ്സിലായി. പിന്നെന്താണ്? A4 ആണ്. A4 വരുന്ന ഇതാണ്. പിന്നെ B1, C2. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ഏതൊക്കെയാണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന EDTA മെത്തേഡ്, ഇതാണ് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആണ്. പിന്നെന്താണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എരിക്രോം ബ്ലാക്ക് ടീ ആണ്.
പിന്നെ റെസിഡ്യൂവൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഓർത്തോറ്റോൾഡിയൻ ടെസ്റ്റ് ഉണ്ട്, അയോഡോമെട്രിക് ഉണ്ട്, സ്റ്റാർച്ച് ഹൈഡ്രേറ്റ് ഉണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റാർച്ച് ഹൈഡ്രേറ്റ് മെത്തേഡാണ്. പിന്നെ DPD ഒക്കെ ഉണ്ട്. പിന്നുള്ളത് എന്താണ്, ക്ലോറൈഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് മോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ പോർട്ടബിലിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്, MF ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റിമൂവൽ ഓഫ് സീവേജ് ബൈ എ നെറ്റ്വർക്ക് ഓഫ് അണ്ടർഗ്രൗണ്ട് പൈപ്പ്ലൈൻ ഓർ സീവേഴ്സ് വിത്ത് വാട്ടർ. ഓപ്ഷൻ കൺസർവൻസി സിസ്റ്റം, വാട്ടർ കാരിയർ സിസ്റ്റം, വേസ്റ്റ് വാട്ടർ സിസ്റ്റം, വൺ പൈപ്പ് സിസ്റ്റം. അപ്പം നമ്മൾ സീവേജ് റിമൂവലിനകത്ത് നമ്മൾ കുറേ സിസ്റ്റം ഓഫ് സീവേഴ്സ് ഉപയോഗിച്ചിട്ട് വാട്ടറിൻ്റെ സഹായത്തോടു കൂടി ഈ സീവേജിനെ കളക്ട് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്, വാട്ടർ കാരേജ് സിസ്റ്റമാണ്. ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള മെത്തേഡാണ് വാട്ടർ കാരേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്താണ്, കുറേ സിസ്റ്റം ഓഫ് സീവേഴ്സ് കാണും. അതിനകത്ത് നമ്മൾ എന്താണ്, ഈ സീവേജിനെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മളതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പൈപ്പുകൾ വഴി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എവിടെ എത്തിക്കും, ഡിസ്പോസൽ സൈറ്റിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കൺസർവൻസി സിസ്റ്റം ഉണ്ട്. കൺസർവൻസി സിസ്റ്റം ഒട്ടും ഹൈജീനിക്കൽ, അതൊരു ഡ്രൈ സിസ്റ്റമാണ്. അതായത് നമ്മൾ അവിടെ വാട്ടർ യൂസ് ചെയ്യുന്നില്ല. ഈ സീവേജിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്താണ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതൊട്ടും ഹൈജീനിക് അല്ല. ആ കൺസർവൻസ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഈ മെത്തേഡ്സിൽ ഏതാണ് ഹൈജീനിക് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് റിമൂവൽ ഓഫ് സീവേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്, വാട്ടർ എന്താണ് കാരിയർ സിസ്റ്റം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് ഓഫ് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസ് ഉപയോഗിച്ചിട്ട് വാട്ടറിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്താണ് സീവേജിനെ റിമൂവ് ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ B ആണ്, വാട്ടർ കാരേജ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഈ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.